ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 112 അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനം നമുക്ക് വായിക്കാം. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു ഭക്തൻ്റെ ഹൃദയം അത് യഹോവയിൽ സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇല്ലേ, ഇവിടെ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലേ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നില്ല. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇവിടെ പറയാണ്, ദുർവർത്തമാന നിമിത്തം ഒന്നും അവൻ്റെ ഹൃദയം ഭയപ്പെടും. അതായത് ഒരു പ്രതികൂലങ്ങൾ വന്നാലോ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞതോ കേൾക്കുകയോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളിൽ നമ്മുടെ പേരുകൾ വരുമ്പോഴും ഒരു ഭക്തൻ്റെ ഹൃദയം അതിൻ്റെ സ്ഥാനം യഹോവയിലായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലും നിനക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ പ്രതികൂലങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത്, അതായത് നിൻ്റെ ഹൃദയം ദൈവകരങ്ങളിൽ സ്ഥിരമാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യേണ്ട സൊല്യൂഷൻ ദൈവം നമുക്ക് പറഞ്ഞു തരും. ആമേൻ, സ്തോത്രം. കാരണം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തെ ജയിച്ച ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തേക്കാൾ അല്ലെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നിങ്ങളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്തോത്ര പ്രതിസന്ധിയുടെയോ പ്രശ്നങ്ങളുടെയോ നടുവിലാണെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ ഹൃദയം നമുക്ക് വിഷമങ്ങൾ വരും, അല്ലെങ്കിൽ പലവിധമായ നെഗറ്റീവ് ചിന്തകൾ ആ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിൽ വരും. ഹൃദയം അതാണ്, നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്. എങ്കിൽ ആ ഹൃദയത്തെ തൊട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ഒരു പ്രതികൂലത്തെ ഓവർകം ചെയ്യാനുള്ള കൃപ നീ എനിക്ക് തരണം. എൻ്റെ ഹൃദയം പലതും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഈ ഹൃദയത്തെ നിൻ്റെ കരങ്ങളിൽ സ്ഥിരപ്പെടുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, പത്രോസ്, ദൈവം വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് കണ്ട് ഭൂതമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, നീ ആ വരുന്നത് കർത്താവാണെങ്കിൽ ഞാനും ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടേക്ക് വരട്ടെ. അപ്പോൾ ദൈവം പറയാണ്, ധൈര്യത്തോടെ വരിക, ഭയപ്പെടാതെ വരിക എന്ന് പറയണം. അവൻ എപ്പോഴാണോ തൻ്റെ പ്രശ്നത്തെ അല്ലെ ആ ഒരു നടക്കുന്ന വെള്ളത്തിൻ്റെ ഓളങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ അവൻ മുങ്ങിപ്പോവാറായി. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, മുങ്ങിത്തുടങ്ങുവാനായിട്ടിടയായി തീർന്നു. അവൻ പേടിച്ചു. അവൻ എന്ത് ചെയ്തു? ആകെ വെപ്രാളം വരുവാനായിട്ടിടയായി തീർന്നു. ദൈവം അവനെ അല്പവിശ്വാസി എന്ന് വിളിക്കുകയാണ്. അതായത് നമുക്കൊരു പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധിയെ നോക്കി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമ്മുടെ പ്രശ്നത്തെ വലുതായി നമ്മൾ കാണപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം. ആണ് ഇവിടെ ദൈവവചനം പറയുന്നത്, തൻ്റെ ഭക്തൻ്റെ ഹൃദയം അത് യഹോവയിൽ സ്ഥിരമായിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും, എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അതിനുള്ള പോക്കുവഴി എനിക്ക് പറഞ്ഞു തരുമെന്നൊരു വിശ്വാസി അല്ല, ഒരു ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഇയ്യോബ് അവൻ അനുഭവിച്ച കഷ്ടത അല്ലേ. ഇയ്യോബിൽ അതായത് 5-ാം അധ്യായത്തിൽ തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി പിറന്നിരിക്കുക അല്ലെങ്കിൽ ജനിച്ചിരിക്കുകയാണ് അവിടെ പറയണം. അത് മനുഷ്യനായ നമുക്ക് കഷ്ടതകളുണ്ട്. അതിൻ്റെ താഴോട്ട് പറയാൻ, ആ കഷ്ടതയുള്ള ഞാൻ എന്താ ചെയ്യുന്നത്? അതായത് ഭക്തനായ യഹോവ ഭക്തനായ ഇയ്യോബ് അവിടെ എന്താ ചെയ്യുന്നത്? ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുക, എൻ്റെ കാര്യം ദൈവത്തിൽ ഭരമേൽപ്പിക്കും. കാരണം അവൻ ആരാഞ്ഞു കൂടാത്ത അത്ഭുതങ്ങളും വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു എന്ന ഭക്തൻ ഒരു ഉറപ്പുണ്ട്. ആമേൻ, സ്തോത്രം. അല്ലേ, ഇയ്യോബിനൊരു വിശ്വാസം ദൈവത്തിലുണ്ട്. അതുകൊണ്ട് ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കും. അവനൊരു പ്രതികൂലം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു?
ചെയ്തു? ദൈവത്തിങ്കലേക്ക് നോക്കി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ല ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് പറയുന്നത് നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവരോടായിരിക്കും അല്ലേ? അവരെ ഒന്ന് ആലിംഗനം ചെയ്യുകയും അല്ലെ നമ്മുടെ വിഷയം അവരോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് മനസ്സിന്. നമ്മളെ കേട്ടിരിക്കുവാൻ ഒരാളുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ, അത്രയ്ക്ക് പോലും നമ്മൾ ദൈവത്തിന് സ്ഥാനം നമ്മുടെ ലൈഫിൽ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ആ ഫ്രണ്ടിനോട് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തോടും പറയാം. പക്ഷെ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ സാധാരണക്കാരനായി മനുഷ്യരോട് പറയുമ്പോൾ സ്തോത്രം, അവർക്കൊരു ലിമിറ്റുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ദൈവത്തോടെ ഈ കാര്യങ്ങൾ ഒരു ഫ്രണ്ടിനെ പോലെ, കർത്താവേ എന്നെ പോലെ എനിക്കൊരു പ്രശ്നമുണ്ട്, അത് എന്നെക്കാളും മുമ്പേ നിനക്കറിയാം, ഞാൻ ഇതിലെന്താ പരിശുദ്ധാത്മാവേ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ അവൻ നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അവൻ നിനക്ക് വഴി കാട്ടിത്തരും. സ്തോത്രം. അതാണ് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കണം. നമ്മൾ ചിന്തിക്കും ദൈവം അകലെയാണ്. സ്തോത്രം. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കർത്താവിന് കഴിയില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കാനേ പാടില്ല. സ്തോത്രം. നമ്മളൊന്ന് കരഞ്ഞാൽ സ്തോത്രം, നമ്മളൊന്ന് ഒരു സെക്കൻഡ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷമങ്ങളെ പകരുമ്പോൾ ദൈവം നമ്മളെ സഹായിപ്പാൻ ശക്തി. അവന് വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും. സ്തോത്രം. അപ്പം നമ്മൾക്ക് എന്താണ്, അങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നേക്കാൾ ഉപരി സന്തോഷവും സമാധാനവും ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ഓളങ്ങളാലും തിരമാലകളാലും പ്രതിസന്ധിയാലും നമ്മൾ മുങ്ങിപ്പോകാനുള്ള കാരണം നമ്മുടെ ശ്രദ്ധ ദൈവസന്നിധിയിൽ നിന്ന് മാറി നമ്മുടെ പ്രാർത്ഥനാ കുറവുകളായിരിക്കാം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് അകലുന്നതായിരിക്കും. ഒരു പക്ഷേ പ്രശ്നങ്ങൾ മുങ്ങി അല്ലേ, പെരുവെള്ളം പോലെ നമ്മുടെ പ്രാണനോളം അടുത്ത് വന്നാലും നമ്മൾ മുങ്ങിപ്പോകത്തില്ല. കാരണം നമ്മൾ ദൈവത്തിലാണ് നമ്മുടെ ശ്രദ്ധ വയ്ക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്ര. സക്കായിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവന് പൊക്കമില്ലായ്മ അവൻ്റെ ഒരു ജീവിതത്തിൽ ഒരു കുറവായി മനുഷ്യർ കാണും. സ്തോത്രം. എങ്കിലും അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കാണണം. സ്തോത്രം. എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കാണണം. അവനോടൊന്ന് സംസാരിക്കണം അല്ലേ? ആ ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ പൊക്കമില്ലായ്മയെ അവൻ എന്ത് ചെയ്തില്ല? അവൻ്റെ പ്രശ്നത്തെ അവൻ നോക്കിയില്ല. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? ആ മരത്തിന്മേൽ കയറുവാനായിട്ട് തുടങ്ങി. അവൻ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ദൈവം അവനെ കണ്ടു. അതാണ് നമ്മളും കർത്താവിനെ കാണുവാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായി കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അവനവൻ്റെ പ്രതികൂലത്തെ നോക്കിയാൽ അവന് പറയാതിരിക്കും എനിക്ക് പൊക്കയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ നോക്കുന്നത്, എനിക്ക് കഴിയാൻ മേലാത്ത കാര്യം ഞാൻ എന്തിനാ ശ്രമിക്കുന്നതെന്ന് ഓർത്ത് അവൻ മാറി നിൽക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അവനെക്കൊണ്ട് എത്രമാത്രം ട്രൈ ചെയ്യാൻ പറ്റിയോ അത്രമാത്രം അവൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ ശ്രദ്ധ അവൻ്റെ പ്രതിസന്ധി അവൻ നോക്കാതെ വണ്ണം അവൻ്റെ ഇല്ലായ്മയിൽ അവൻ്റെ ആ കുറവിനെ തന്നെ അവൻ നോക്കാതെ വണ്ണം അവൻ എന്ത് ചെയ്തു? അവനൊരു ലക്ഷ്യം വന്നു, എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇയ്യോബ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കാര്യം ദൈവത്തെ ഭരമേൽപ്പിക്കുന്നു. ഇന്ന് ഞാനും നീയും ഭരമേൽപ്പിച്ചിട്ടും വീണ്ടും നമുക്ക് ടെൻഷനാണ്. സ്തോത്രം. ഈ ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെ കാണുമെന്ന് നമ്മൾ വീണ്ടും എന്താണ് ആ പ്രതിസന്ധിയെ ഓർത്ത് നമ്മൾ വീണ്ടും ഭാരപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഇയ്യോബ് പറയുന്നത് പോലെ അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യും, അസംഖ്യമായ അത്ഭുതം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇവനിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അവൻ എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ ശക്തനെന്ന് ക്രിസ്തുവിൽ പൂർണ്ണമായി നമുക്ക് ഉറച്ചു നിൽക്കാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒരു പ്രതികൂലം വരുമ്പോൾ ഹൃദയം പതറിപ്പോവല്ല്. അതാണ് സദൃശവാക്യം പറയുന്നത്, സകല ജാഗ്രതയോടുകൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളും. കാരണം ജീവൻ്റെ ഉത്ഭവം നമുക്ക് ഈ ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നല്ല നല്ല ചിന്തകളെ നമുക്ക് എടുക്കുവാനായിട്ട് പറ്റും അല്ലേ? ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കരമായ കോപത്തിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കല്. ഹല്ലേലൂയ. ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു തീരുമാനം നമ്മൾ ആ വിഷയത്തിന് മധ്യ എടുക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും. നമ്മൾ ആ ഇമോഷൻ ഏറ്റവും അറ്റത്ത് നിൽക്കുമ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സകല ജാഗ്രത, നിൻ്റെ ഹൃദയം കാത്തുകൊള്ളുക. നിനക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യേശുക്രിസ്തു ഇന്നും
ജീവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദുഃഖിതനായോ നിരാശനായിരിക്കേണ്ടവനല്ല. പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, അമ്മേ അതിലും കർത്താവിനെ സ്തുതിക്കുവാനുള്ളൊരു മൈൻഡ്, ഒരു മനസ്സ്, ഒരു ഹൃദയം ദൈവം നമ്മളിൽ ഓരോരുത്തരും, എന്നിലും നിങ്ങളിൽ ഓരോരുത്തരും പകരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ. വീണ്ടും പുതിയൊരു എപ്പിസോഡും ഒരു അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മളെല്ലാവരും ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.